Hello, welcome back. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. ഇപ്പോൾ ഡെയിലി യൂസിനൊക്കെ ഏറ്റവും കൂടുതലും ആൾക്കാർക്ക് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ഇപ്പോൾ എല്ലാവരും ട്രാവലിങ്ങും അല്ലെങ്കിൽ ഡെയിലി സെയിൽസ് വർക്ക് ജോബ് വർക്കിനൊക്കെ വേണ്ടി ട്രാവലിംഗ് കൂടുതൽ ആൾക്കാർക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഉള്ളൊരു പോർഷനാണ് ഈ കോൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യണവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് മൊബൈൽ ഹെൽമെറ്റ് ഊരി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വെക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ ഡിഫിക്കൽട്ടീസ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജോബിൻ്റെ പർപ്പസായിട്ട് പോകുമ്പോഴൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈപ്പ് സർവീസ് മീൻസ് ആ ഒരു ടൈപ്പ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ. ഈ രണ്ട് മോഡൽസാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതൊരു ബേസിക് റേഞ്ചാണ്, നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വരുന്ന മോഡലാണ്. 1980 ഈ ഒരു മോഡൽ മോട്ടോഹോക്ക് നമ്പർ 2699 എന്ന് വെച്ചാൽ 2700. ഈ ഒരു പ്രൈസ് റേഞ്ചസിലാണ് രണ്ട് മോഡലും വരുന്നത്. നമുക്ക് മോട്ടോഹോക്കിൻ്റെ മോഡൽ വരാൻ നേരത്ത് നമുക്ക് 1 year വാറണ്ടി ഉണ്ട്. ഇത് വാറണ്ടി ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രൊഡക്ട്സാണ് നമുക്ക് ആ ഒരു ബഡ്ജറ്റ് പ്രൈസിലുള്ള. നമുക്ക് ഹയർ പ്രൈസസിലുണ്ട്, ഇൻ്റർകോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4000 5000 പ്ലസ് ഒക്കെ പോകും. പക്ഷേ ഇൻ്റർകോംസ് നമുക്ക് ഡെയിലി യൂസിനൊന്നും അത്ര ആവശ്യമില്ല. നമുക്ക് ഗ്രൂപ്പ് റൈഡ്സ് ഒക്കെ പോകണമെങ്കിൽ മാത്രമാണ് നമ്മൾ ഇൻ്റർകോംസിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ നമുക്കൊരു ചാർജിങ് ടൈം വരുന്നത് ഓൾമോസ്റ്റ് 2 hours ആണ് ചാർജിങ്, ബിലോ 2 hours ആണ് ചാർജിങ് ടൈം വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡ് ബൈ നമുക്കൊരു 48 hours സ്റ്റാൻഡ് ബൈ കിട്ടും. പിന്നെ കണ്ടിന്യൂസ് യൂസിങ് ടൈം നമുക്ക് 4 to 5 hours കണ്ടിന്യൂസ് യൂസ് ചെയ്യാനുള്ള ഒരു ചാർജിങ് ഉണ്ട്. 4 to 5 hours കണ്ടിന്യൂസ് യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു ജോബിൻ്റെ പർപ്പസ് ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഡേ ടു മോർണിംഗ് ടു ഈവനിങ് ട്രാവൽ ചെയ്യുമ്പോൾ പോലും നമുക്ക് അത്രയും കോൾസ് വന്നാൽ പോലും വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് സിംഗിൾ ചാർജിങ്ങിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ റേഞ്ച് കിട്ടുന്നത് 10 to 15 meters ആണ് നമുക്കിതിൻ്റെ റേഞ്ച് കിട്ടുന്നത്. നമ്മൾ മൊബൈൽ ടു ഡിവൈസിലേക്ക് റേഞ്ച് കിട്ടുന്നത് 10 to 15 meters ആണ് റേഞ്ച് കിട്ടുന്നത്. ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട്, നമുക്ക് 100% വാട്ടർ പ്രൂഫ് അല്ല. ഡിവൈസ് ഫുള്ളി അകത്തേക്കാണ് പോകുന്നത്. നമുക്ക് പുറത്ത് ഡിവൈസ് ഒന്നും കാണില്ല, ഫുള്ളായിട്ട് അകത്താണ് ഡിവൈസ് പോകുന്നത്. അപ്പോൾ പുറത്ത് ഡിവൈസിൻ്റെ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇത് നമുക്ക് ഹെൽമെറ്റിനുള്ളിൽ ഫിക്സ് ചെയ്താൽ പോലും നമുക്ക് ബോഡിയിൽ ടച്ച് ചെയ്യില്ല. അങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്. അതിൻ്റെ ഇതിനുള്ളിലേക്ക് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. ഈ ഹെഡ്സെറ്റിൻ്റെ ഈ പോർഷനൊക്കെ ഉള്ളിലോട്ട് പോകും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ ഒരു മോഡലുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴയത്തൊക്കെ നമ്മൾ പോകാൻ നേരത്ത് ഹെൽമെറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാണ്ടിരിക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ചിലവരൊക്കെ ഈ മിററിലൊക്കെ ഹെൽമെറ്റ് ഹാങ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്കൊന്ന് ഇത്തിരി കെയർ ചെയ്യണം. ലൈക്ക് വൈസർ തുറന്നിരിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് കയറരുത്. അതുമാത്രമേ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫിക്സിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ഹെൽമെറ്റുകൾ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഹെൽമെറ്റുകൾക്ക് ബ്ലൂടൂത്ത് കമ്പാറ്റബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്കിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലൂടൂത്ത് കമ്പാറ്റബിലിറ്റി ഇല്ലാത്ത ഹെൽമെറ്റ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹെൽമെറ്റിന് ഹോൾ ചെയ്യേണ്ടി വരും. നമുക്കത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഹെൽമെറ്റ് ആ തെർമോക്കോൾ നമ്മൾ ഹോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അല്ലാണ്ട് ഹെൽമെറ്റ് കമ്പാറ്റബിലിറ്റി ഉള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഫിക്സ് ചെയ്യാം. വേറെ ഒന്നും നോക്കേണ്ടതില്ല, ഡയറക്റ്റ്ലി ഫിക്സ് ചെയ്യാം. നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ട് മോഡൽസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫിക്സിങ് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഈസിലി എല്ലാവർക്കും ഫിക്സ് ചെയ്യാമെന്നുള്ളൂ. നമ്മൾ അങ്ങനെ ഫിക്സ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു ഈ ഒരു മോഡലിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് ഫിറ്റ് ആണ്. ഈ ഒരു ആറ്റ്സോറിൻ്റെ അപ്പെക്സ് സീരീസിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മൾ ഈ രണ്ട് ഡിവൈസും സെയിം ആണ്. ഡിവൈസ് രണ്ട് ബ്രാൻഡാണെന്നേ ഉള്ളൂ. നമ്മളപ്പോൾ അത് നോക്കാൻ പോകുന്നത് മോട്ടോഹോക്ക് തന്നെയാണ്. രണ്ടിൻ്റെയും ഫിക്സിങ് എല്ലാം സെയിം ആണ്. എല്ലാ ഒരേ രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം പ്രൊഡക്റ്റ്. നമുക്കിതാണ് പ്രൊഡക്റ്റ് വരുന്നത്. രണ്ട് സൈഡിൽ രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഒരു USB കേബിൾ വരുന്നുണ്ട്. നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു USB കേബിൾ വരുന്നുണ്ട്. ഡിവൈസ് ചാർജബിൾ ആണ്. അപ്പോൾ ഡിവൈസ് ഒരു ചാർജ് ചെയ്യാനുള്ള കേബിൾ നമുക്ക് USB കേബിളും ഇതിനൊപ്പം തന്നെ കിട്ടുന്നതാണ്. നമുക്ക് നോർമൽ മൊബൈൽസിൻ്റെ നോർമൽ കേബിളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ കുഷ്യൻസ് ഒക്കെ റിമൂവ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിൻ്റെ കുഷ്യൻസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ സ്ലോട്ട് കാണാം. ഈ ഒരു സൈഡിൽ പഞ്ചിങ് കാണാം. നമുക്ക് സ്പീക്കർ വെക്കാനുള്ള ഈ ഒരു കറക്റ്റ് റൗണ്ട് പഞ്ച് നമുക്ക് ഈ രണ്ട് സൈഡിലും കാണാം. രണ്ട് സൈഡിലും ഉണ്ട്, അത് കാണാൻ പറ്റും. നമ്മളപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോക്സിനകത്ത് തന്നെ നമുക്കൊരു വെൽക്രോസ് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ഈ സ്റ്റിക്കറിൽ തന്നെ വെൽക്രോ ആണ്. ആ സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ ആയതിന് രണ്ടെണ്ണത്തിനുണ്ടാവും. രണ്ടെണ്ണത്തിന് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം പിന്നെ അതിലേക്ക് ഒട്ടിച്ച് വെക്കണം. നമ്മളത് ഈ രണ്ട് സ്റ്റിക്കേഴ്സും നമ്മൾ അതിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്യണം. ഇത് രണ്ടും നമുക്ക് ഈ രണ്ട് ഹോളിൻ്റെ ആ പോർഷനിലേക്ക് സ്റ്റിക്ക് ചെയ്യണം.
അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് വെൽക്രോ ഡിവൈസിൽ നിന്ന് ഈ സ്പീക്കറിൽ നമുക്ക് വെൽക്രോസ് ഉണ്ട്. ആ ജസ്റ്റ് ഈ സ്റ്റിക്ക് ചെയ്ത പോർഷനിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്താൽ മാത്രം മതി. ഇവിടേക്ക് പ്രസ് ചെയ്ത് വെക്കുക. നമുക്ക് ഇതിൻ്റെ മൈക്രോഫോൺ ഉണ്ടാവും, മൈക്രോഫോൺ ഫ്രണ്ടിലോട്ട് കൊടുക്കുക, ഈ ഫോമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കൊടുക്കുക. അത്ര ലെങ്ത് ഉണ്ടാവും, അത്ര നല്ല ലെങ്ത് ഉണ്ടാവും അതിന്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ കൊടുക്കുക. നമുക്ക് ഈ കട്ടൺ മാറ്റി വെക്കാം, അപ്പോൾ ഇതിനോട് വിസിബിലിറ്റി ഉണ്ടാവും. ഈ ഒരു മൈക്രോഫോൺ നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് വെക്കുക. അവിടെ തന്നെ ഈ ഫ്രണ്ടിലേക്ക് വെക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പോർഷൻ ഉണ്ടാവും, ലൈക്ക് ഒരു ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ കർവ് ചെയ്തുള്ള പോർഷൻ ഉണ്ടാവും. ഇത് കർവ്ഡാണ്, നമുക്ക് ഈസിലി മടക്കാൻ പറ്റും. ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലെ സ്പീക്കറും സെയിം ടൈപ്പിൽ തന്നെ പുറകിൽ കൂടെ വെക്കുക. നമ്മൾ ഇവിടുത്തെ ഫോം മാറ്റണം. മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും. ഉള്ളിൽ കൂടെ വന്നിട്ട് ആ സ്പീക്കർ നമ്മൾ തൊട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിക്ക് ചെയ്യുക. ഈ ഒരു ഫോമിൻ്റെ പുറകിൽ കൂടെ ആ വയേഴ്സ് എല്ലാം ഇതിൻ്റെ പുറകിൽ കൂടെ നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് ബട്ടൺസ് ലോക്ക് ചെയ്യുക. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫിക്സിങ് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഈ ഫോം നമ്മൾ അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഫിക്സിങ് കഴിഞ്ഞു. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽക്രോയുടെ അത് കറക്റ്റ് ആ ഹോളിലേക്ക് തന്നെ വെൽക്രോ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ സ്പീക്കേഴ്സ് അതിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്കൊരു വൺ ടൈം ഇത് ഫിക്സ് ചെയ്താൽ പോലും വേറെ ഡിവൈസിൽ നമ്മുടെ വേറെ ഹെൽമെറ്റ്സിലേക്കുള്ള ഹെൽമെറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് അഴിച്ച് നമുക്ക് അതിലേക്കും സെയിം ആയിട്ട് തന്നെ ഡിവൈസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ബാക്കിലോട്ടുള്ള വയർ, ഈ രണ്ട് സ്പീക്കേഴ്സിൽ ഒരു സ്പീക്കർ ഫിക്സ് ചെയ്തിട്ട് മറ്റേ സ്പീക്കർ ഫിക്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ പുറകിൽ കൂടെ എടുക്കണം. ആ ഒരു കുഷ്യൻസിൻ്റെ ഇത് റിമൂവ് ചെയ്ത് പുറകിൽ കൂടെ എടുക്കണം. ഇത് മാത്രമാണ് നമ്മൾ ജസ്റ്റ് നോക്കാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഹെൽമെറ്റിൻ്റെ ബ്ലൂടൂത്ത് നമ്മൾ എല്ലാ ഇൻ്റർകോംസ് ആണെങ്കിലും ഏത് ബ്ലൂടൂത്ത് ആണെങ്കിലും നമ്മൾ ഹെൽമെറ്റ്സിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടാണ് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഹെൽമെറ്റിലേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്ക് ഈസി ടു ഇൻസ്റ്റാൾ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു നമ്മുടെ ഹെൽമെറ്റിലേക്ക് സെറ്റ് ചെയ്താൽ പോലും നമുക്ക് വേറെ ഹെൽമെറ്റിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഈസി ടു ഇൻസ്റ്റാൾ ആണ്. ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റി ഫിക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാ ലിങ്കും നമ്മുടെ വാട്സാപ്പ് നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.